എനിക്ക് പെട്ടെന്ന് തന്നെ സ്വഭവനത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. സ്പർശിച്ച നിമിഷം ശക്തമായ ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുകയും വിശുദ്ധനെ അയാൾ കണ്ടില്ല എന്നറിയിച്ചു. വിശുദ്ധ അന്തോണീസ് ഈ ഭൂമിയിൽ നിന്നും നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട രാത്രിയിൽ വിശുദ്ധന്റെ ആത്മമിത്രവും വെർസിനി മൊണാസ്ട്രിയിലെ അധിപനുമായിരുന്ന വന്യപുരോഹിതൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും പണ്ഡിതരും സ്നേഹിതരും എന്നതിനേക്കാൾ ഉപരി വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പങ്കുവെക്കുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അന്തോണിയെ ദൈവവചനം ആഴത്തിൽ ഗ്രഹിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവൻ എന്ന് വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. വളരെ ഉപചാരപൂർവ്വം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധൻ പറഞ്ഞു, പിതാവേ, എനിക്ക് പെട്ടെന്ന് തന്നെ സ്വഭവനത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ കഴുതയെ പാതുവായിലെ ഒരു വയലിൽ മേയാൻ വിട്ടിരിക്കുകയാണ്. അതിനെ ആശ്രമത്തിൽ എത്തിക്കുവാനായിട്ട് സഹായിക്കണമെന്ന്. ആ പുരോഹിതൻ ശക്തമായ തൊണ്ടവേദന സഹിക്കുന്നുണ്ടായിരുന്നു. വിശുദ്ധൻ അദ്ദേഹത്തെ സ്പർശിച്ച നിമിഷം ശക്തമായ ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുകയും നാളുകളോളം നീണ്ടുനിന്ന തൊണ്ടവേദനയ്ക്ക് ശമനം കിട്ടുകയും ചെയ്തു. വിശുദ്ധൻ തന്റെ ജന്മസ്ഥലമായ പോർച്ചുഗലിലേക്ക് പോവുകയാണെന്നാണ് ആ വന്യ പുരോഹിതൻ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ അന്തോണിയെ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം മുറിക്ക് പുറത്ത് വന്നെങ്കിലും അന്തോണിയെ കണ്ടില്ല. ആശ്രമത്തിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന മനുഷ്യനോട് അന്തോണി തിരിച്ചു പോയോ എന്ന് തിരക്കിയപ്പോൾ വിശുദ്ധനെ അയാൾ കണ്ടില്ല എന്നറിയിച്ചു. വിശുദ്ധന്റെ മരണത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കാതിരുന്ന ആ വന്യ പുരോഹിതന് ഇത് വലിയ അത്ഭുതമായി തോന്നി. പിന്നീട് വിശുദ്ധന്റെ വേർപാടിനെ കുറിച്ച് അറിഞ്ഞ വന്യ പുരോഹിതൻ, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് പോവുകയാണെന്ന് അന്തോണി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി. വിശുദ്ധൻ മരണമറിഞ്ഞ അതേ സമയം തന്നെയാണ് തനിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി.